പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ജേഡ് ഗേബിൾ എന്ന റെസ്ലറിൻ്റെ ക്യാരക്ടർ വർക്കിനെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സാമി സെയിൻ്റെ സെഗ്മെൻറ്റും ആ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ആൽഫ അക്കാദമി വരുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള സാമി സെയിനും ജേഡ് ഗേബിളും തമ്മിലുള്ള നോൺ ടൈറ്റിൽ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു സ്റ്റോറി ജേഡ് ഗേബിളിനെ ആൽഫ അക്കാദമി റെസ്ലേഴ്സ്, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പാർട്ട്നേഴ്സ് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുമോ എന്നുള്ളൊരു രീതിയിലായിരുന്നു. അതിൽ അക്കീറ ടൊസാവ, മാക്സിനി ഡുപ്രി തുടങ്ങിയവരൊന്നും ജേഡ് ഗേബിളിനെ സഹായിക്കുന്നതായി അവിടെ കാണാൻ സാധിച്ചില്ല. എന്നാൽ ഓട്ടിസും സഹായിക്കില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ മത്സരത്തിൻ്റെ അവസാനം ഓട്ടിസ് സാമി സെയിനെ ആക്രമിക്കുന്നുണ്ട്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ജേഡ് ഗേബിൾ മത്സരത്തിൽ വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ജേഡ് ഗേബിളിൻ്റെ ഹീൽ വർക്ക്, ജേഡ് ഗേബിൾ പോകുന്ന പാതയിൽ ആൽഫ അക്കാദമി ജേഡ് ഗേബിളിനെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ വർക്കാണ് ജേഡ് ഗേബിൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓട്ടിസ് പിന്നീട് താൻ ചെയ്തതിൽ ഒരു പ്രായച്ചിത്തം സാമി സെയിനോട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ഉള്ള മറ്റൊരു പോയിന്റ്, ക്രീഡ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ടീമുമായി ജേഡ് ഗേബിൾ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഓൾറെഡി ഒരു റൂമർ ഉണ്ടായിരുന്നു ജേഡ് ഗേബിളും ക്രീഡ് ബ്രദേഴ്സും ഒരു ഫാക്ഷൻ പോലെ, അതായത് ഒരു ഹീൽ ഫാക്ഷൻ പോലെ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധ്യതയിലേക്ക് തന്നെ നിലവിൽ റോയിൽ ഒരു സെഗ്മെൻറ്റിലൂടെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു സൂചനയും നൽകിയിട്ടുണ്ട്. അതിലുപരി പിന്നീട് ഓട്ടിസ് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് കയറി വരുന്നതും ഓട്ടിസ് താൻ പോയി സാമി സെയിനോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ ജേഡ് ഗേബിളിന് അത് ഇഷ്ടപ്പെട്ടില്ല ഓട്ടിസ് മാപ്പ് പറഞ്ഞതിൽ. ആ സമയത്ത് ജേഡ് ഗേബിൾ പറയുന്നുണ്ട്, ഓട്ടിസ് നിനക്ക് ഞാൻ സൗദിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് സൗദിയിൽ പോകും, ഞാൻ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനാകാൻ നീ ഓട്ടിസ് എന്നെ സഹായിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജേഡ് ഗേബിൾ ഓട്ടിസിനെ നല്ലതുപോലെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടിസിന് ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല റിയാക്ഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ജേഡ് ഗേബിളിൻ്റെ ഹീൽ വർക്ക് മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ജേഡ് ഗേബിളിൻ്റെ സെഗ്മെൻറ്റുകളും മത്സരങ്ങളും കാണാൻ ഇപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് ആരാധകർക്കിടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബ്രോൺ ബ്രേക്കർ എന്ന യുവ താരത്തിൻ്റെ നിലവിലെ ക്യാരക്ടർ വർക്കിനെ സംബന്ധിച്ചുള്ളതാണ്. ബ്രോൺ ബ്രേക്കറിനെ ഇന്നത്തെ റോ എപ്പിസോഡിൽ കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ജോബർ റെസ്ലറിനെതിരെ ഒരു മത്സരത്തിൽ കുറേയധികം സ്പീർ ഇട്ടുകൊണ്ട് പിന്നീട് ആ ജോബർ റെസ്ലറിന് പ്രതികരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിക്കൊണ്ട് ബ്രോൺ ബ്രേക്കർ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ചും സ്റ്റീൽ ചെയറും ഉപയോഗിച്ചുകൊണ്ടും ബ്രൂട്ടലായി ബ്രോൺ ബ്രേക്കർ ആ ജോബറിനെ ആക്രമിക്കുന്നുണ്ട്. പിന്നീട് സ്ട്രക്ചറിലൊക്കെ കിടത്തി പിന്നീട് ആംബുലൻസിൽ കയറ്റി ആ ജോബറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് അവർ കാണിച്ചത്. അപ്പോൾ ജോബർ റെസ്ലറിനെ ഇത്രയും ബ്രൂട്ടലായി ആക്രമിച്ച് ബ്രോൺ ബ്രേക്കറിൻ്റെ ഒരു ക്യാരക്ടറിനെയാണ് അവിടെ അവർ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ബ്രോക്ക് ലെസ്നറിനും ഗോൾഡ്ബർഗിനും ഒക്കെ സമാനമായ ഒരു ഡൊമിനൻ്റ് പവർ ഹൗസ്, ഒരു ബീസ്റ്റ് ക്യാരക്ടർ, എതിരാളിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, തൻ്റെ വിജയങ്ങളിൽ എതിരാളിയെ എത്രത്തോളം ശാരീരികമായി ആക്രമിക്കാൻ സാധിപ്പിച്ച് തോൽപ്പിക്കാൻ പറ്റുമോ അത്രയും ബ്രൂട്ടലായി ആക്രമിച്ച് തോൽപ്പിക്കണം എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ബീസ്റ്റ് ക്യാരക്ടറാണ് നിലവിൽ ബ്രോൺ ബ്രേക്കറിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ബ്രോൺ ബ്രേക്കറിൻ്റെ ആദ്യ പ്രോപ്പർ സ്റ്റോറി ലൈൻ ഇന്നത്തെ റോയിലൂടെ അവർ കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് മറ്റ് സെഗ്മെൻറ്റുകളിൽ ഒന്നുമല്ല, ഇല്യ ഡ്രാഗനോവും റിക്കോഷയും തമ്മിൽ സംസാരിച്ചിരിക്കുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക്. അതായത് ഇല്യ ഡ്രാഗനോവ് കഴിഞ്ഞ റോയിൽ ജെ ഊസോയ്ക്കെതിരെ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് റിക്കോഷ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഓടി വന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കർ റിക്കോഷയെ സ്പിയർ ചെയ്യുന്നു. പിന്നീട് ഒഫീഷ്യൽസൊക്കെ വന്നിട്ടാണ് ബ്രോൺ ബ്രേക്കറിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നത്. അപ്പോൾ റിക്കോഷ ആയിരിക്കും ബ്രോൺ ബ്രേക്കറിൻ്റെ റോ ബ്രാൻഡിലെ മെയിൻ റോസ്റ്ററിലെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആദ്യ എതിരാളി എന്നുള്ളതും അവർ റോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് വുമൻസിൻ്റെ ടൂർണമെൻറ്റായ ക്വീൻ ഓഫ് ദി റിംഗ് ടൂർണമെൻറ്റിൽ ഇയോ സ്കൈയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലൈറ വാൽക്കീരിയ ഫൈനലിലേക്ക് ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് റോയിൽ കാണാൻ സാധിച്ചത്. നാലാമത്തേത് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ്. ജഡ്ജ്മെൻറ്റ് ഡേ ടീമിന് ഇന്ന് ഒരു ടാഗ് ടീം ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയുണ്ടായി. ഫിൻ ബാലറും ജെ ഡി മെക്ഡോണയും നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഓസം ട്രൂത്തിനെയാണ് ചലഞ്ച് ചെയ്തത്. ആ മത്സരത്തിൽ ഓസം ട്രൂത്ത് പരാജയപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നു. അതായത് ഡൊമിനിക് മൈസ്റ്റീരിയോ, കാർലിറ്റോ തുടങ്ങിയവരുടെ സഹായം ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ബ്രോൺ
സ്ട്രോമിൻ്റെ ഒരു എൻട്രൻസും ബ്രോൺ സ്ട്രോമൻ JD മെക്ഡോണയെ പേടിപ്പിച്ച് നിർത്തുന്നതും ഓസം ട്രൂത്ത് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. അതിനുശേഷം നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഡാമിൻ പ്രീസ്റ്റ് JD മെക്ഡോണയോട് അടുത്ത ആഴ്ച ബ്രോൺ സ്ട്രോമിനെതിരെ ഒരു സിംഗിൾസ് മത്സരം കളിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത റോയിലേക്ക് 20 തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരവും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ജഡ്ജ്മെൻറ്റ് ഡേ ബ്രോൺ സ്ട്രോമിനെതിരെയുള്ള ചെറിയൊരു സ്റ്റോറിയും കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. കൂടാതെ റോ കഴിഞ്ഞതിന് ശേഷം റോ ടോക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ബ്രോൺ സ്ട്രോമിനോട് JD മെക്ഡോണയെ നേരിടുന്നതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ബ്രോൺ സ്ട്രോമൻ പറയുന്നത് JD മെക്ഡോണയുടെ തല വലുതും ശരീരം ചെറുതുമാണ്. JD മെക്ഡോണയെ അടുത്ത ആഴ്ച ഞാൻ തോൽപ്പിച്ച് ഒരു പെട്ടിയിൽ കിടത്തിയിട്ടായിരിക്കും ജഡ്ജ്മെൻറ്റ് ഡേ ഫാക്ഷൻ്റെ അടുത്തേക്ക് അയക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വാർണിംഗും ബ്രോൺ സ്ട്രോമൻ കൊടുത്തിട്ടുണ്ട്. ബ്രോൺ സ്ട്രോമന് JD മെക്ഡോണ എന്ന് പറയുന്നത് വലിയൊരു എതിരാളിയല്ല. ബ്രോൺ സ്ട്രോമനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എതിരാളി ജഡ്ജ്മെൻറ്റ് ഡേയിൽ ഉണ്ടെങ്കിൽ അത് ഫിൻ ബാലറോ അല്ലെങ്കിൽ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റോ ആണ്. ബ്രോൺ സ്ട്രോമൻ നിലവിൽ ജഡ്ജ്മെൻറ്റ് ഡേക്കെതിരെയുള്ള ഈ ഒരു സ്റ്റോറി ആരംഭിച്ചിരിക്കുന്നത് അത് മിക്കവാറും ഡാമിൻ പ്രീസ്റ്റിനെതിരെയുള്ള ഒരു വേൾഡ് ടൈറ്റിൽ ഷോട്ട് കിട്ടുന്നതിലേക്കും നയിച്ചേക്കാം. 4ാമത്തെ പോയിന്റ്, ഇന്ന് നടന്ന റോ എപ്പിസോഡിലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഡ്രൂ മാക്കൻറ്റയർ എന്ന സൂപ്പർ താരം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റിനെതിരെയുള്ള ഒരു വെല്ലുവിളി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റോയിൽ ഒരു വേൾഡ് ടൈറ്റിൽ ഷോട്ട്, ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഡ്രൂ മാക്കൻറ്റയർ മെഡിക്കലി ക്ലിയർ ആയാൽ നൽകാമെന്നുള്ള ഡാമിൻ പ്രീസ്റ്റിൻ്റെ ആ ഒരു ഉറപ്പ് അത് താൻ നേടിയെടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനുള്ള ഒരു വെല്ലുവിളിയാണ് ഡ്രൂ മാക്കൻറ്റയർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഡാമിൻ പ്രീസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് ചാമ്പ്യൻ ആകുമെന്നുള്ളതും ഡ്രൂ പറയുന്നുണ്ട്. ഡാമിൻ പ്രീസ്റ്റ് ഒരു പേപ്പർ ചാമ്പ്യനാണ്, യഥാർത്ഥ ചാമ്പ്യൻഷിപ്പ് ഇല്ലാത്ത താനാണെന്നും ഡ്രൂ വാദിക്കുന്നുണ്ട്. 6ാമത്തെ പോയിന്റ്, ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ 10 മാസങ്ങൾക്ക് ശേഷം സോണിയ ഡെവിൾ എന്ന റെസ്ലറിൻ്റെ തിരിച്ചുവരവ് കാണാൻ സാധിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഒരു ടാഗ് ടീം നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിന് മുൻപ് ഷെയ്ന ബേസ്ലറും ജോയ് സ്റ്റാർക്കും ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് സോണിയ ഡെവിൾ അവിടേക്ക് വന്ന് ഷെയ്ന ബേസ്ലറുമായി ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഷെയ്ന അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അവർ ആ വാമപ്പ് ചെയ്തുകൊണ്ട് പിന്നെ മത്സരത്തിന് വേണ്ടി പിന്നീട് ആ ഒരു റിങ്ങിലേക്ക് പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോണിയ ഡെവിലിൻ്റെ ഭാഗത്തു നിന്ന് മറ്റ് സെഗ്മെൻറ്റുകളൊന്നും റോയിൽ കാണാൻ സാധിച്ചില്ല. സോണിയ ഡെവിൽ 10 മാസങ്ങൾക്ക് ശേഷം തിരികെ വരുന്നത് അത് ഒരു ഹീലായിട്ടാണോ ഫേസ് ആയിട്ടാണോ എന്നുള്ളതിന് ഒരു സൂചന നൽകിയിട്ടില്ലെങ്കിലും ഷെയ്ന ബേസ്ലറുമായി എന്തോ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന നൽകിയിട്ടുണ്ട്. മറ്റൊരു പോയിന്റ്, പുതിയ നമ്പർ 1 കണ്ടൻഡേഴ്സിനെ സംബന്ധിച്ചാണ്. വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാർക്കെതിരെയുള്ള നമ്പർ 1 കണ്ടൻഡറെ കണ്ടുപിടിക്കുന്ന ഒരു ഫേറ്റൽ ഫോർവേ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ഷെയ്ന ബേസ്ലർ, ജോയ് സ്റ്റാർക്ക് തുടങ്ങിയവരുടെ ഒരു ടീം, ഡാമേജ് കൺട്രോളിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഡക്കോട്ട കായ്, കൈറി സെയിൻ തുടങ്ങിയവരുടെ ടീം, കെയ്റ്റൻ കാർഡർ, കൻഡാന ചാൻസ് തുടങ്ങിയവരുടെ മറ്റൊരു ടീം, അവസാന ടീമായി ഐവി നെയിലും മാക്സിനി ഡുപ്രിയും. മത്സരത്തിൽ ഷെയ്ന ബേസ്ലർ, ജോയ് സ്റ്റാർക്ക് തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരുള്ളത് സ്മാക്ക് ഡൗണിലാണ്. അപ്പോൾ ഈ മത്സരം എന്ന് നടക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് ഒരു സ്റ്റോറിയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 8ാമത്തെ പോയിന്റ്, ന്യൂ ഡേ ടീമിലെ ആരെങ്കിലും ഒരു ഹീൽ ടേൺ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകുന്ന സെഗ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്കൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സേവിയർ വുഡ്സ് ഇഞ്ചുറിയിൽ നിന്ന് മുക്തമായി മെഡിക്കലി ക്ലിയർ ആയി എന്നുള്ളൊരു അപ്ഡേറ്റ് സേവിയർ വുഡ്സും കോഫി കിങ്സ്റ്റണും കൂടി സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടേക്ക് കോഫി കിങ്സ്റ്റൺ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് മാറിയതിന് ശേഷം കിരൺ ക്രോസിൻ്റെ ഭാര്യയുമായ സ്കാർലറ്റും കൂടി കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നിട്ട് കിരൺ ക്രോസ് പറയുന്നത് നീ തിരിയേണ്ട ഒരു സമയം ആയിട്ടുണ്ട്, എന്തായാലും ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ ക്രോസ് അവിടെ വിട്ടു പോകുന്നു. ഇതേ ഒരു അഭിപ്രായം കിരൺ ക്രോസ് കഴിഞ്ഞ റോയിൽ കോഫിക്കെതിരെയും പ്രയോഗിച്ചിരുന്നു. അപ്പോൾ ന്യൂ ഡേ ടീമിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള കോഫിയോ അല്ലെങ്കിൽ വുഡ്സോ ഇവരിൽ ഒരാൾ ഹീൽ ടേൺ സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവർ അവിടെ പറഞ്ഞു പോകുന്നത്. കിരൺ ക്രോസിന് എന്ത് റോളാണ് ഇതിൽ, കിരൺ ക്രോസ് എങ്ങനെയാണ് ഇവരെ ഹീൽ ടേൺ ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഭാഗമാണ്. ഇനി വരുന്ന റോയിൽ അതൊക്കെ കണ്ടു തന്നെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും അവസാനത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, മെയിൻ ഇവൻറ്റിൽ ജെ ഊസോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗുന്തർ എന്തുകൊണ്ട് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടി എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതിൽ പങ്കുവെക്കാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ജെ ഊസോയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ബ്ലഡ് ലൈനെതിരെയുള്ള ഒരു സ്റ്റോറി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജെ ഊസോയ്ക്ക് കിങ് ഓഫ് ദ റിംഗിൻ്റെ വിജയിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മറിച്ച് ഗുന്തറിനെ വിജയിപ്പിക്കുന്നതിലൂടെ വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് അവർക്ക് പുതിയൊരു റെസ്ലറിനെ കൂടി കിട്ടും. അപ്പോൾ കുറേയധികം കാലമായി ആളുകൾ കാത്തിരിക്കുന്ന ഗുന്തർ ആ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരം കളിക്കുന്ന രീതിയിലേക്ക് ഗുന്തറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ഈ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ വിജയം അനിവാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് ഗുന്തർ വിജയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.